എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയതായി ലഭിച്ച നമ്മുടെ കാനറ ബാങ്ക് ATM കാർഡ് അത് എങ്ങനെ ATM കൗണ്ടറിൽ ചെന്ന് എങ്ങനെ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള കാനറ ബാങ്ക് ATM കൗണ്ടറിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെല്ലുക. അതിനുശേഷം നിങ്ങളുടെ കാർഡ് നിങ്ങൾ ശരിയായ രീതിയിൽ ATM കൗണ്ടറിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് സെലക്ട് യുവർ ലാംഗ്വേജ്. അപ്പോൾ നമുക്കിവിടെ ലാംഗ്വേജ് അല്ല ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് നമുക്കിവിടെ ജനറേറ്റ് OTP ഓർ ഫോർഗറ്റ് പിൻ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ജനറേറ്റ് OTP എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതിനുശേഷം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ട് ഉള്ളത് നമ്മുടെ അക്കൗണ്ട് നമ്പർ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ 13 അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കറക്റ്റ് എന്ന് കാണാം. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ അക്കൗണ്ടുമായി രജിസ്റ്റർ ചെയ്തേക്കണ നമ്മുടെ മൊബൈൽ നമ്പർ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കറക്റ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് ഒരു 6 OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ OTP നിങ്ങൾ ഒന്ന് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആ OTP ആണ്. അപ്പോൾ ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് എന്ന് കാണാം. അപ്പോൾ അവിടെ കറക്റ്റ് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാർഡ് ഇവിടെ റിമൂവ് ചെയ്യുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ കാണാം പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിന്ന്. അപ്പോൾ നമുക്ക് പുതിയതായി നമ്മുടെ പിന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പിൻ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്ന ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ പിൻ നമ്പർ ഒന്നും കൂടെ റീ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ നിങ്ങൾ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാം പ്ലീസ് വെയിറ്റ് യു ട്രാൻസാക്ഷൻ ഈസ് ബീൻ പ്രോസസ്ഡ്. അപ്പോൾ നമ്മുടെ ഇവിടെ ട്രാൻസാക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം യു പിൻ ഈസ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മളിവിടെ സക്സസ്ഫുള്ളായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു കിടിലൻ കണ്ടൻറ്റായിട്ട് എത്തും വരെ ബൈ ബൈ.